ഗൈസ്, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാരയ്ക്ക. കാരയ്ക്കാണ് ഗൈസ്. എന്തുകൂടെ എനിക്ക് വേണ്ടേ? കാരയ്ക്ക. ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോൾ കുറേ പച്ച കാരയ്ക്ക ഇരിക്കുന്നുണ്ട് ഒരു വെജ് ഷോപ്പിൽ. അങ്ങനെ മേടിച്ചാണ് ഗൈസ്. അപ്പോഴേ ഞാൻ അച്ചാറിന്ന് ഇങ്ങനെ നമ്മളെ മുളക് പൊടി കീറിക്കൊണ്ട് പോകുന്ന എരിയ, പിന്നെ ഇച്ചിരി ഉലുവപ്പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇത്രമാത്രം സാധനങ്ങളെ ഞാൻ എൻ്റെ അച്ചാറിൽ ചേർക്കും. ഇത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് നീര് വെച്ചിട്ട് നന്നായി പുഴുങ്ങി വെച്ചിരിക്കുന്ന കാരയ്ക്കായ. അപ്പം എനിക്ക് വെള്ളമൊക്കെ വറ്റി തിക്കായിരിക്കണം. അപ്പം ഞാൻ വെള്ളം വറ്റിയാൽ മതി. ഇതിൻ്റെ ബാക്കിയെല്ലാം പാകം. ഉണ്ടോ? നല്ലെണ്ണ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ചേർക്കൂ. ഇത്രയും നല്ലെണ്ണ മതി ഗൈസ്. ഇനി ഇത് പറ്റട്ടെ, അതാണ് നമ്മുടെ ജോലി. വേറെ ഒരു വകയും ഞാൻ ചേർക്കില്ല. ഈ മുളക് പൊടി, ഈ മഞ്ഞൾപ്പൊടി, ഈ ഉലുവാപ്പൊടി, ഇത് ഉപ്പിട്ട് വേവിക്കും. ഏതച്ചാറും ഞാനങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതാ ഒരു തുള്ളി പഞ്ചസാര, അല്ലാതെ വേറെ ഒന്നും ചേർക്കില്ല. എൻ്റെ പഞ്ചസാര പാട്ടാണല്ലോ. ബിരിയാണി കൊണ്ടുവന്ന ബോക്സാണ്. ഇങ്ങനെയുള്ള ബോക്സൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു ഗൈസ്. എന്തിനാണെന്നറിയോ? പഞ്ചസാര ഇങ്ങനെയൊക്കെയുള്ള ടംബ്ലർ മേടിച്ചാലും അത് നല്ല ആയിരിക്കത്തില്ല. ഭയങ്കര വില കൂടിയതിനൊക്കെ മേടിക്കും. ബട്ട് ഇത് നല്ലതായിരിക്കും. ഇതില്ലേ ഞാൻ കറി ലീഫൊന്നും ഇടത്തില്ല. ഈ അച്ചാറാണ് എൻ്റെ ഡാഡിക്ക് എനിക്കും ഇഷ്ടം. ഞാൻ പിന്നെ ഇത് തിളപ്പിക്കുന്നേ ഉണ്ടല്ലോ, നമ്മളെ നെല്ലിക്ക ആയാലും കാരയ്ക്ക ആയാലും. കാരയ്ക്ക ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് അച്ചാറിടുന്നത്. ഞാൻ പച്ചക്കാരയ്ക്ക ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിൾ ഷോപ്പിൽ ഇങ്ങനെ പോയപ്പം ഇങ്ങനെ കാരയ്ക്ക ഇരുന്ന് കണ്ണതള്ളുന്നു. ഞാൻ പാട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. കാരയ്ക്ക ഉപ്പിലിട്ടതൊക്കെ ഞാൻ ബീച്ചിലൊക്കെ പോകുമ്പോൾ മേടിച്ചിട്ടുണ്ട്. കാരയ്ക്ക കായ്ക്കുന്ന നാട്ടിൻ്റെ ഓർമ്മയിൽ എന്നൊക്കെ ഒരു പാട്ടുണ്ടല്ലോ. അല്ലാതെ എനിക്കറിയത്തില്ല ഗൈസ്. അപ്പൻ്റെ കാരയ്ക്ക അച്ചാർ ഞാനും ഡാഡിയും കൂടി കഴിച്ചങ്ങ് തീർക്കുന്നു ഗൈസ്. മുളകെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു ഒന്നൊന്നര മുളക്. കാരണം അന്നേരം ഇട്ട മുളക് തന്നെ ഇച്ചിരി എരി കൂടുതലായിരിക്കും. പിന്നെ ഓക്കെ, പറഞ്ഞു വന്നത് ഉപ്പിട്ട് പുഴുങ്ങുന്ന വെള്ളം ഞാൻ കളയത്തേയില്ല ഗൈസ്. ഇതിലൊന്നും കറയൊന്നുമില്ലായിരുന്നു. സാധാരണ ഒരുപാട് കറ കാണുമെന്നാണ് എൻ്റെ മാമി പറഞ്ഞ് കാരയ്ക്കായിൽ. പക്ഷെ കറ എനിക്ക് തോന്നുന്നു നല്ല സ്റ്റീലിൻ്റെ നല്ല ചെമ്പിലായിരുന്നു വേവിച്ചതേ. അപ്പോൾ ആ കറ അങ്ങ് ചെമ്പിൻ്റെ സൈഡിലൊക്കെ കറ പറ്റിയിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിത് ഊറ്റിയെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് ഇത്രയും പോകും അല്ലേ? അതിൻ്റെ പുളീൻ്റെ സർവ്വതും ഉണ്ട്. എൻ്റെ അച്ചാറ് സെറ്റായിട്ടുണ്ട് കണ്ടോ. ഇനി എനിക്ക് അപ്പം ചുടണം. അപ്പം ചുടു പാത്തുമ്മ, ഇപ്പം ചുട്ടത് കരിഞ്ഞും പോയി, പിന്നെ ചുട്ടത് കരിഞ്ഞും പോയി. കണ്ടോ,
ഇത് തണുക്കുമ്പം എന്താണ്ട നല്ല കുറുവിയ ഗ്രേവി അതാ ഉണ്ടോ. അല്ല ആഹാ ഒരു പിടി അങ്ങോട്ട് പിടിക്കണം ഇത് തണുക്കുമ്പം. ഓ എന്നാ കൊതിയാ കൊതിയാ കൊതിയാ. അപ്പോൾ ഗായ്സ് ഞാനിങ്ങനെയാണ് അച്ചാറുണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പിക്കിൾ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തീർക്കുവേ. ഇത് വിനാഗിരിയോ ഒന്നും ഒഴിക്കത്തില്ല. വിനാഗിരിയൊക്കെ എനിക്ക് ഭയങ്കര അലർജിയാണ്. ആപ്പിൾ സീഡ് വിനെഗർ പോലും ഈവൻ ഒന്നും ചെയ്യത്തില്ല. നമ്മളിങ്ങനെ അങ്ങ് കഴിക്കും ഗൈസ്. ഇതാ ഇത് കുടുംബം പാത്രത്തിലോട്ട് വെച്ചേക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് അരപ്പങ്ങ് ഊറിപ്പിടിക്കും ഗൈസ്. താണ്ട വെന്ത പൊട്ടിയിരിക്കുക. വെക്കട്ടെ ഗൈസ്. വല്ലേ ടേസ്റ്റ്.